ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൂജ വയ്ക്കുന്ന ദിവസമല്ലേ, അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് അരിയെടുപ്പ് ഇടാൻ പോവുകയാണ്. എന്നും ചോറെടുത്ത് വെച്ചേക്കും, പക്ഷേ ഇന്നലെ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചോറ് വയ്ക്കാനായിട്ട് തീ കത്തിച്ചു. ഇന്നൊരു ദിവസം സ്കൂളിൽ പോയിട്ട് ഇനി 3 ദിവസം അവധിയല്ലേ, പൂജ ഹോളിഡേയ്സ് അല്ലേ. മക്കൾ രണ്ടാളും നവരാത്രി വ്രതം എടുക്കുന്നുണ്ട് കേട്ടോ. അവരാദ്യമായിട്ടാണ് പിടിക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടലക്കറി അടുപ്പിലിട്ട് വെച്ചു. വെജിറ്റേറിയൻ ആയതുകൊണ്ട് രാവിലെ എന്തുണ്ടാക്കണം, അവർക്ക് എന്ത് കൊടുത്തുവിടും എന്നുള്ള ആലോചിച്ച് ടെൻഷനാണ് കേട്ടോ. നോൺ വെജ് ആണെങ്കിൽ നമുക്കൊരു മുട്ടയോ ഒരു മീൻ പൊരിച്ചതോ ചമ്മന്തിയോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നിപ്പോൾ അവിടെ ഇച്ചിരി അവിയലും പൊട്ടറ്റോയും കൂടെ വറുത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ പുളിശ്ശേരിയുണ്ട്, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അരി ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലെ പണികളെല്ലാം ഒരുവിധം ഒതുങ്ങിയ ശേഷം അടുത്ത് അയൺ ചെയ്യാനായിട്ട് വരിക. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ അയൺ ചെയ്യുന്നത്. പക്ഷേ യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ എല്ലാ യൂണിഫോമും അയൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം അയൺ ചെയ്ത് വെച്ച് വരുമ്പോഴത്തേക്കും മക്കളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവർ ബ്രഷ് ചെയ്യുക, കുളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ കുളിച്ച് റെഡിയായിട്ട് വരും. അപ്പോൾ അത് അയൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കുളിച്ച് റെഡിയായി വന്നു. എന്നിട്ട് ഇന്ന് എനിക്ക് പുരുകം ഇങ്ങനെ എഴുതി തരണമെന്നൊക്കെ പറയുകയാണ്. അപ്പം പുരുകമൊക്കെ എഴുതി കൊടുത്തു. ഒരാൾക്ക് കണ്ണിന് വാലൊക്കെ ഇടണമെന്ന് പറഞ്ഞ് വാലൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ പുരുകം എഴുതി കൊടുക്കുമ്പോഴും ഞാൻ അവളോട് പറയുന്നുണ്ട്, നീ വലുതാകുമ്പോഴത്തേക്ക് എന്നെ തന്നെ വഴക്ക് പറയും, എൻ്റെ പുരുകം എന്തിനാ ഇങ്ങനെ ആക്കിയെന്ന് ചോദിച്ച്. കാരണം അവൾക്ക് അത്യാവശ്യം പുരുകമൊക്കെ ഉണ്ട്. പക്ഷെ മറ്റുള്ള കുട്ടികൾ എഴുതിക്കൊണ്ട് വരുന്ന കാണുമ്പം അവൾക്കും ഒരാഗ്രഹം, അങ്ങനെ പറയുന്നതാണ്. പിന്നെ ഞാനും വിചാരിച്ചു ഇപ്പോഴല്ലേ നടക്കത്തുള്ളൂ, അവർക്ക് എഴുതുന്ന സമയത്ത് അങ്ങ് എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ. കുറച്ച് നേരം വെയിലാണെങ്കിൽ അടുത്ത നിമിഷം വലിയൊരു മഴയായിരിക്കും. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. ആ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിൽ അപ്പം ചുടുന്നുണ്ടായിരുന്നു. അപ്പം മഴയത്ത് നല്ല ചൂടപ്പം, നല്ല കോമ്പിനേഷനാണല്ലേ. പക്ഷേ ആ മഴ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ദിവസം ഫുൾ അടിപൊളി വെയിലായിരുന്നു കേട്ടോ. അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം മക്കൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ വലിയ പാടാണ്, പ്രത്യേകിച്ച് ഇളയ ആൾക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് അവിയലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അന്നേരം അയാൾ പറഞ്ഞു തുടങ്ങി, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മതി എന്ന്. അപ്പോൾ ഒരാൾക്ക് ചോറും വെച്ചു, ഒരാൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റുമാണ് കൊടുത്തു വിട്ടത്. സ്കൂളിൽ കൊണ്ടുപോയാൽ ഇച്ചിരിയെങ്കിലും കഴിക്കുമല്ലോ എന്ന് വെച്ചാൽ അവിയൽ വെച്ചത് കേട്ടോ. പക്ഷേ അവൾ കണ്ടുപിടിച്ചു. സമയമായപ്പോൾ അവൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് മതിയെന്ന്. അങ്ങനെ ഒരാൾക്ക് ചോറും ചമ്മന്തിപ്പൊടിയും മാങ്ങാച്ചാറും പൊട്ടറ്റോ ഫ്രൈയും അവിയലും വെച്ച് അയാളുടെ ലഞ്ച് ബോക്സ് റെഡിയായി. അങ്ങനെ അത് അടച്ചു മാറ്റി വെച്ചു. അടുത്താണ് ബ്രേക്ക്ഫാസ്റ്റുകാരി. അപ്പം വയ്ക്കാൻ നേരത്ത് എനിക്ക് ഒരെണ്ണം വെച്ചാൽ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മ ചെറിയ അപ്പം എന്നും പറഞ്ഞ് 2 അപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ലഞ്ചിനുണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം വ്രതത്തിലായതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ അത് തന്നെയാണ്. എന്നാണ് എന്തോ അതും മതിയെന്ന് പറയുന്നത്. അങ്ങനെ അവളുടെ ലഞ്ച് ബോക്സും റെഡിയായി. വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് കടലക്കറിയും കൂടെ എടുക്കുന്നുണ്ട്. ഇതിലും കടല കഴിക്കാൻ വലിയ പാടാണ്, അതുകൊണ്ട് അരപ്പ് തോനെ വയ്ക്കുന്നുണ്ട്, കടല കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ 2 പേരുടെയും ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. അപ്പോഴേക്കും മഴയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഞ്ചൊക്കെ ബാഗിനകത്ത് എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഷൂവും സോക്സും ഒക്കെ ഇടണോ അമ്മ, മഴയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് പൂ വെച്ചുകൊണ്ട് പോകണമെന്നൊരു മോഹം. അങ്ങനെ 2 റോസാപ്പൂ കട്ട് ചെയ്ത് അവരുടെ തലയിൽ വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇന്ന് പൂജ വയ്പ്പല്ലേ, സ്കൂളിൽ പൂജ വയ്ക്കാൻ വേണ്ടിയിട്ട് 2 പേർക്കും ഇങ്ങനെ 3 ബുക്ക് വീതം കവർ ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ബസ് വന്ന് പോയി കേട്ടോ. ഇതിപ്പോൾ അവർ തിരിച്ചു വരുന്ന വീഡിയോ ആണ്. അങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. വന്ന ഉടനെ എൻ്റെ കൈ മുറിഞ്ഞെന്നും പറഞ്ഞ് വിരൽ കാണിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് 2 പേരും വലിയ ഹാപ്പിയിലാണ് കേട്ടോ. ഇനി 2-3 ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ, പഠിക്കുകയും വേണ്ട. അപ്പം ഫുൾ കളിയിലാണ് കേട്ടോ. അപ്പം സന്ധ്യ ആയപ്പോഴത്തേക്ക് 2 പേരും ബുക്ക് പൂജ വയ്ക്കാനുള്ള എല്ലാം എടുത്തുകൊണ്ട് വെച്ച് റെഡിയായി നിൽക്കുകയാണ്. വൈകുന്നേരം ആയ മെയിനായിട്ടുള്ള പ്രശ്നമല്ലേ കൊതുക്. അപ്പം കൊതുകിനുള്ള തിരി ഒരാളവിടെ കത്തിച്ച് വയ്ക്കുന്നുണ്ട്. ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊതുക് കാരണം നമുക്ക് എങ്ങും സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പം അതിനുള്ള തിരിയുമായിട്ട് ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ പൂജാ റൂമിൽ ഒരെണ്ണം കത്തിച്ച് വയ്ക്കാനായിട്ടാണ് കൊണ്ടുപോയത്. അപ്പം വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബുക്കുകൾ ഓരോന്നായിട്ട് കൊണ്ടുവെക്കുകയാണ്. സാധാരണ ഈവനിങ് സമയത്ത് ഉറക്കം തൂങ്ങി അയ്യോ വയ്യെന്ന് പറഞ്ഞിരിക്കുന്നവരായിരുന്നു ഭയങ്കര ഹാപ്പിയായിട്ട് ബുക്കുകൾ കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ 2 ദിവസം കിട്ടത്തില്ലായിരുന്നല്ലേ. ഇപ്പോഴാണല്ലേ ഈ 2 ദിവസം കിട്ടുന്നത്. എൻ്റെ ഓർമ്മയിൽ 1 ദിവസം കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ബുക്കുകളൊക്കെ അടുക്കി വയ്ക്കാൻ അമ്മൂമ്മയും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബുക്കിൻ്റെ മുകളിലിടാൻ കുറച്ച് പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് തെറ്റിയും കുറച്ച് തുളസിയും കൂടെ പിച്ചി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ബുക്കിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബുക്കും പൂജ വെച്ച് പിന്നെ അവർക്ക് അറിയാവുന്ന കുറച്ച് പാട്ടുകളൊക്കെ അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. ശരണ്യേ ശ്രയംബകേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ശിവം ശിവഹരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി നമോ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.